ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. റവ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ദോശയ്ക്കോ അപ്പത്തിനൊക്കെ അരിയൊക്കെ അരയ്ക്കാൻ മറന്നു പോയാൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ രാത്രി ഇതുപോലെ മാവ് കലക്കി വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് ഉടനടി ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട്. ഉഴുന്നും നമ്മൾ നേരിട്ടാണ് ചേർക്കുന്നത്, കുതിർക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഉഴുന്ന് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമുക്കിതിലോട്ട് അവലാണ് വേണ്ടത്. ഏത് തരം അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറഞ്ഞ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവലും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം. പറ്റാവുന്നത്രയും നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ എന്നാലേ ശരിക്കും ഇത് അരഞ്ഞു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയും 1/2 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കാം. സമയം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അരച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ പരത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയാക്കരുത്. റവയ കാരണം കുറച്ചും കൂടി ഇരിക്കുന്നവരും ഇത് കട്ടിയായിക്കോളും. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പരത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ രാത്രി ഇതുപോലെ കലക്കി വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഈ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ രാത്രി വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ രാവിലെയാണ് കാണിക്കുന്നത്. മാവ് നന്നായിട്ട് ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഇങ്ങനെ പൊന്തി കിട്ടുന്നില്ല. പക്ഷെ നല്ലപോലെ തന്നെ മാവ് ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇത്രയുള്ളൂ. നമ്മളിതിലേക്ക് വേറെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 2 സ്പൂൺ മാവ് വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ ആക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ദോശ പോലെയും ഉണ്ടാക്കിയെടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡ് വേണമെങ്കിൽ 2 സൈഡ് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 സൈഡ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത്രയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 12 ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 കപ്പ് റവയും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പിന്നെ 1 കപ്പ് അവലും കൂടി ചേർത്തിട്ട് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.